അത്രയും ഫേമസ് ആവാനും ആ പാട്ട് ഇറങ്ങാനൊക്കെ കാരണം താജുദ്ദീനിക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജലാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ സംഭവം ഒന്ന് പറയും എങ്ങനെ? അവരുടെ മാനസികതരം അവർക്ക് എന്തോ തോന്നിയിട്ടുണ്ടാവും. ആൽബം മീഡിയയിൽ ഒരു ജനങ്ങളാണ് ഇഷ്ടമാക്കിയത്, ഞാനല്ല. എൻ്റെ ആഗ്രഹം എൻ്റെ പാട്ട് വരണം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കലാകാരന് ആരെങ്കിലും അറിയണമെന്ന് വിചാരിച്ച് പാടിയത്. ഇത്രയും വലിയൊരു ഹിറ്റായി മാറിയത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ദിവസം ഹിറ്റുകളുണ്ടായി. അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കിലായിരിക്കാം ഒരു എനർജി കിട്ടിയിട്ടുണ്ടാവാം. ഞാനും അതുപോലെ പറയുന്നു, എനിക്ക് ആൽബം മീഡിയയിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ സംഗീതം ചെയ്യണമെന്ന് തോന്നിയത് മെഹബിൻ എന്ന കേസറ്റ്, സൈലൻ റോഷയുടെ അതുവരെ കേട്ടിരുന്ന മാപ്പിളപ്പാട്ടിൻ്റെ ഒരു പാറ്റേൺ ആയിരുന്നു. നമ്മൾ വടകര രാത്രികാലങ്ങളിൽ സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ അതിൽ ഫോട്ടോഫിലിമൊക്കെ കേൾക്കുമ്പോൾ ആ പാട്ടുകളായിരുന്നു സൈലൻ റോഷ മ്യൂസിക് ചെയ്ത് അഫ്സൽക്ക പാട്ട്. ഓരോരുത്തർക്ക് തോന്നുന്നതായിരിക്കും. എന്തായാലും ജലാലിനെ പറഞ്ഞാൽ വലിയ മനസ്സിൽ. ഇപ്പം ഇനി ഇക്കടെ പുതിയ പാട്ടുകൾ ഏതെങ്കിലും വരുന്നുണ്ട് ആൽബം? ഇപ്പോൾ മില്ലേനിയം മോഡൽസിൻ്റെ ബാനറിൽ ഞാനും ഷാഫി കൊണ്ടും പാടിയ സംഗീതം ചെയ്ത പാട്ടാണ്. അത് എഴുതിയത് ഒരു പാട്ട് ആദ്യമായിട്ടായിരിക്കാം 2 രചയിതാക്കൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ആശിർ വടകരി, മറ്റൊരാൾ അഷ്കവീസ്. അത് ദിൽഹേ ഫാത്തിമയ്ക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഡ്യുവറ്റ് പാടുന്ന വ്യത്യസ്തമായ ട്രീറ്റാണ്. അതും ജനങ്ങൾ ഹിറ്റാക്കിയ സന്തോഷം. ഞങ്ങളത് നല്ല പ്രതീക്ഷയോടെ ചെയ്യുന്നത്. ഏതൊരു വർക്കും ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മളെ പരിമിതികൾക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്. നമ്മൾ സംഗീതം പഠിച്ചാവുന്നില്ല. എപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന പാട്ട് ഞങ്ങൾ തന്നെ ആദ്യം കേൾക്കും, ഒരു ഓഡിയൻസായിട്ട്. മറ്റുള്ള ആൾക്കാർ എങ്ങനെ കേട്ട് ഇത് വിലയിരുത്തുന്നത് ആ ഒരു മൈൻഡാണ് ട്യൂൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നവരെ ചെയ്ത പാട്ടുകൾ, മാപ്പിളപ്പാട്ട് ആൽബം ചെയ്തൊക്കെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇക്ക തൊട്ടതിൽ, അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്ത സംഭവങ്ങൾ എല്ലാം ഹിറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പറഞ്ഞ ദിൽഹേ ഫാത്തിമ അല്ലേ, ദിൽഹേ ഫാത്തിമയിൽ എൻ്റെ പാട്ടിൻ്റെ ട്യൂണിലാണ് തുടക്കം. അത് ഹിന്ദി വേർഷൻ എഴുതിയെന്നുള്ളൂ. ഒരുപാട് അതുവരെ പാടിയ ഫിറോസ് നാദാപുരം ഇപ്പോൾ ഇവിടെ ഇന്ന് ഞങ്ങൾ ഈ ഷോയിൽ വന്നു. അദ്ദേഹം ചെയ്ത പാട്ടുകളുണ്ട്, പഴയ കാലത്തുള്ള പാട്ടുണ്ട്, ഷാഫി ചെയ്ത പാട്ടുകളുണ്ട്, ഞാൻ ചെയ്ത പാട്ടുകളും, ഞാൻ മറ്റുള്ള മ്യൂസിക് ചെയ്ത ആൾക്കാരുടെ പാട്ടുകൾ പാടി. അതിൻ്റെ നല്ലൊരു മിക്സാണ്. അതിന് ശരിക്കും മറ്റുള്ളവരെ കൂടി ഇരിക്കുകയാണ്. പഴയ ഒരു കൂട്ടുകെട്ട് തിരിച്ചു വരുമോ? നിങ്ങളെവിടെ പോയില്ല. ഓരോരുത്തർ ഓരോ തിരക്കിലായി, ഓരോരുത്തർ പേഴ്സണലായിട്ട് ഓരോ തിരക്കിലായി വർക്കുകൾ, ഓരോ പേഴ്സണൽ വർക്കുകൾ ഇറക്കാൻ പറ്റും. പക്ഷേ സ്റ്റേജിലൊക്കെ ഞങ്ങൾ എപ്പോഴും ഒന്നിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു വർക്ക് നല്ല പ്രതീക്ഷയാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല പ്രതീക്ഷ. ആ ഒരു കാലത്ത് ഭയങ്കര ഓളം സൃഷ്ടിച്ച പാട്ടുകളായിരുന്നല്ലോ എല്ലാം. അതുപോലത്തെ ഒരു തിരിച്ചുവരും അനുഭവിക്കുന്നു. കാരണം ഇപ്പോൾ ഈ ജനറേഷനിലെ ചെറിയ മക്കളൊക്കെ ഇപ്പോൾ നവമാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ മില്യൺ കണക്കിന് വ്യൂവേഴ്സാണ്. നിങ്ങളെ ദിൽഹേ ഫാത്തിമയൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ പാടി കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അന്ന് കാസറ്റ് ആയിരുന്നു. അന്ന് ഞാനൊക്കെ കാസറ്റിൽ ഒരു സോങ് തന്നെ ആ കാസറ്റ് മുഴുവൻ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് ആ ഒരു ഇത് അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് ഇപ്പം ആകെ കാലം മാറി. അന്ന് നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ കാസറ്റ് കടയിൽ പോയി കാസറ്റ്, പിന്നെ പെൻഡ്രൈവ്, CD കോപ്പി ചെയ്ത്, ഇങ്ങനെ പലതും. ഇപ്പോഴത്തെ നമ്മളെ കയ്യിലും ലോകം മുഴുവനും നമുക്ക് ആരെ പാട്ട് കേൾക്കണമെങ്കിൽ നമുക്ക് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് എല്ലാം. അതുകൊണ്ട് തന്നെ ആർക്കും ഈ മീഡിയയിൽ എപ്പോഴും വരാം. അപ്പം പണ്ട് നമ്മളൊരു മീഡിയയിൽ പോയി നിങ്ങളെ വർക്ക് ചെയ്തിരുന്നൊക്കെ ചെയ്യും. ഇപ്പം എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു എന്ത് വർക്ക് ചെയ്താലും നമുക്ക് തന്നെ അപ്ഡേഷൻ ചെയ്യാം. ആരെയും കാല് പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വർക്കുകളൊക്കെ എത്രയോ കൂടുതലാണ്. അതിനിടയിലും ഞങ്ങളിപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്, ഞങ്ങൾ ഓർമ്മിക്കപ്പെടുന്നത്, ഞങ്ങളെ പാട്ടുകൾ ഇപ്പോഴും കൊണ്ടാടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ കലാകാരൻ നിലയ്ക്ക് അങ്ങേയറ്റത്തെ അഭിമാനവും സന്തോഷം.